ഗുഡ് മോർണിംഗ് എവ്രി വൺ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒരു ജോലി നേടുക, ഒരു സർക്കാർ ജോലി നേടിയെടുക്കുക, ഇതൊക്കെ നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ് അല്ലേ? അപ്പോൾ നിങ്ങളെ നിങ്ങളുടെ സ്വപ്നത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യവും. ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ആ എക്സാമിൻ്റെ സിലബസിനെ കുറിച്ച് കൃത്യമായിട്ടൊരു ഐഡിയയാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ. ഇനി അതില്ലെങ്കിലും കുഴപ്പമില്ല, അനു എനിക്കത് കൃത്യമായിട്ട് സിലബസ് ഒന്നും അറിയത്തില്ല, അതൊരു നാണക്കേടോ വിഷമോ ആയിട്ട് ഒന്നും കരുതേണ്ട കാര്യമില്ല. കാര്യം നിങ്ങളുടെ ഈ എക്സാമിൻ്റെ സിലബസുകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായി ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് തന്നെ നമ്മുടെ എക്സാമിൻ്റെ സിലബസിൽ ഉൾപ്പെട്ടിട്ടുള്ള ലോ പേപ്പറുകളിൽ ഒന്നായ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 സിലബസിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് റിക്വസിറ്റ്സ് ഓഫ് എ കോൺട്രാക്ട്, ഫോർമാലിറ്റീസ്, കൺസിഡറേഷൻ, വോയിഡ് അഗ്രിമെൻറ്റ്സ് ആൻഡ് വോയിഡബിൾ കോൺട്രാക്ട്സ്, വിഷിയേറ്റിംഗ് എലമെൻറ്റ്സ്, കണ്ടിജൻറ്റ് കോൺട്രാക്ട്, പെർഫോമൻസ്, ബ്രീച്ച്, മോഡ്സ് ഓഫ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട്, ക്വാസി കോൺട്രാക്ട്, ഡാമേജസ്, ഇൻഡെമിനിറ്റി, ഗ്യാരണ്ടി, ബെയിൽമെൻറ്റ്, ഏജൻസി. നമ്മുടെ ക്ലാസ്സും ഈ ടോപ്പിക്കുകളിലൂടെ തന്നെയായിരിക്കും കടന്നു പോകുന്നത്. നമ്മുടെ ഓരോ ക്ലാസ്സിനും 2 ഭാഗങ്ങളുണ്ടാവും. ഒന്ന് നമ്മുടെ തിയറി പാർട്ടും, 2 നമ്മൾ ഫസ്റ്റ് എടുത്ത ഈ തിയറി പാർട്ടിൽ നിന്നും നമ്മുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, PSCയിൽ ഇതിനു മുൻപ് എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇത് ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനെയർ സെഷൻ ആയിരിക്കും നമ്മുടെ രണ്ടാമത്തെ ഭാഗം. ഇനി നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്നൊരു ചോദ്യം എന്ന് പറയുന്നത്, എന്താ ഈ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട്, എന്തിനാ ആക്ച്വലി ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത്? അപ്പോൾ അതിനുള്ള ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ അറിയാതെയും ഒത്തിരി കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടാറുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ കടയിൽ പോയി സാധനം വാങ്ങുന്നതാവട്ടെ, അല്ലെങ്കിൽ നമ്മളൊരു വാഹനത്തിൽ യാത്ര ചെയ്യുന്നതാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഈ ബിസിനസ് വേൾഡിൽ നമ്മുടെ ഈ ഒരു മാർക്കറ്റ് സെക്ടർ, അതിലൊക്കെ നമ്മൾ ഏർപ്പെടുന്ന കോൺട്രാക്റ്റുകൾ, ഇതെല്ലാം ഈ കോൺട്രാക്റ്റിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണല്ലേ. അപ്പോൾ ഇത് ഓക്കെ, ഇങ്ങനെയല്ലേ, ഇങ്ങനെ അങ്ങ് നടന്നു പോട്ടെ എന്നുള്ള തരത്തിൽ നമ്മൾ പറയുവാണെങ്കിൽ എന്താ സംഭവിക്കുക? നമുക്ക് തോന്നുമ്പോൾ ഒരു ഓഫർ പറയും, നമ്മൾ തോന്നുമ്പോൾ കോൺട്രാക്റ്റിൽ നിന്ന് ഇറങ്ങിപ്പോവും, തോന്നുന്നത് പോലെ എല്ലാം ചെയ്യുമല്ലേ. അപ്പോൾ ഇത് കൃത്യമായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ രാജ്യത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു നിയമം ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നല്ല ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് 1861 ബ്രിട്ടീഷ് ഇന്ത്യയുടെ കീഴിലുണ്ടായിരുന്ന നമ്മുടെ 3ാമത് ലോ കമ്മീഷനാണ് 1866 നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ കരട് രൂപം തയ്യാറാക്കുന്നത്. പിന്നീട് ഈ കരട് രൂപം 1872 9ാമത്തെ ആക്റ്റായിട്ട് ഏപ്രിൽ 25 അംഗീകരിക്കുകയും തുടർന്ന് 1 സെപ്റ്റംബർ 1872 ഇത് പ്രാബല്യത്തിൽ വരികയും ചെയ്യുന്നു. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് അല്ലേ കിട്ടിയത്? എത്രാമത് ലോ കമ്മീഷനാണ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ കരട് രൂപം തയ്യാറാക്കുന്നത്? 3ാമത് ലോ കമ്മീഷൻ. ഏത് വർഷത്തിൽ? 1866. ഇത് എപ്പോഴാണ് അംഗീകരിക്കുന്നത് ഈ കരട് നിയമം? ഏപ്രിൽ 25, 1872. തുടർന്ന് ഇത് പ്രാബല്യത്തിൽ വരുന്നത് എന്നാ? 1 സെപ്റ്റംബർ 1872. നമുക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ ഇങ്ങനെ വിചാരിച്ചോ, നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് 1 സെപ്റ്റംബർ 1872 ആണെന്ന്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് ഞാൻ പറഞ്ഞു 1872 നിലവിൽ വന്നു. അപ്പോൾ ഇത് നിലവിൽ വരുന്ന ഈ സമയത്ത് ഈ പേരൻ്റ് ആക്ടിനകത്ത് ഒറിജിനലി എന്താണ് ഉണ്ടായിരുന്നത്? ഒറിജിനലി ദ പേരൻ്റ് ആക്ട് കൺസിസ്റ്റ് ഓഫ് 11 ചാപ്റ്റേഴ്സ് ആൻഡ് 266 സെക്ഷൻസ്. അപ്പോൾ അങ്ങനെ 1872 സെപ്റ്റംബർ 1 ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പ്രാബല്യത്തിൽ വരുമ്പോൾ അതിൽ 266 സെക്ഷനുകളും 11 ചാപ്റ്റേഴ്സുമാണ് ഉണ്ടായിരുന്നത്. നമുക്കിനി ആ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് വിശദമായിട്ടൊന്ന് നോക്കാം. 1 മുതൽ 75 വരെയുള്ള സെക്ഷൻ പറയുന്നത് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ലോ ഓഫ് കോൺട്രാക്റ്റിനെ കുറിച്ചായിരുന്നു. 76 മുതൽ 223 വരെയുള്ള സെക്ഷൻസ് കോൺട്രാക്ട് റിലേറ്റിംഗ് ടു സെയിൽ ഓഫ് ഗുഡ്സിനെ സംബന്ധിക്കുന്നതായിരുന്നു. അതുപോലെ തന്നെ 124 മുതൽ 238 വരെയുള്ള സെക്ഷൻസ് സ്പെഷ്യൽ കോൺട്രാക്റ്റുകളെ സംബന്ധിച്ച്, അതായത് ഇൻഡെമിനിറ്റി, ഗ്യാരണ്ടി, ബെയിൽമെൻറ്റ്, പ്ലഡ്ജ്, ഏജൻസി, ഇതുപോലുള്ള
സ്പെഷ്യൽ കോൺട്രാക്റ്റുകളെ സംബന്ധിച്ചിട്ടുള്ളതും സെക്ഷൻ 239 മുതൽ 266 വരെയുള്ളത് കോൺട്രാക്റ്റ് റിലേറ്റിംഗ് ടു പാർട്ട്ണർഷിപ്പിനെ സംബന്ധിച്ചതും ഉള്ളതായിരുന്നു. എന്നാൽ പിന്നീട് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ചാപ്റ്റർ 7 സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് ചാപ്റ്റർ 11 പാർട്ട്ണർഷിപ്പ് ആക്ട് റിപ്പീൽ ചെയ്തു പോയി. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ദ സെയിൽ ഓഫ് ഗുഡ്സ് വാസ് റിപ്പീൽഡ് ഇൻ 1930 ആൻഡ് ദ പാർട്ട്ണർഷിപ്പ് വാസ് ഇൻ 1932. സെയിൽ ഓഫ് ഗുഡ്സിൻ്റെ ഭാഗം 1930-ലും പാർട്ട്ണർഷിപ്പിൻ്റെ ഭാഗം 1932-ലും റിപ്പീൽ ചെയ്തു പോകുന്നു. ഇങ്ങനെ റിപ്പീൽ ചെയ്തു പോയ ഭാഗങ്ങൾക്ക് പിന്നീട് എന്ത് സംഭവിച്ചു? They became an independent act after repealing it from its parent act. പേരൻ്റ് ആക്ട് അതായത് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിൽ നിന്നും റിപ്പീൽ ചെയ്തു പോയതിന് ശേഷം ഈ രണ്ട് ഭാഗങ്ങളും നിലവിൽ രണ്ട് സ്വതന്ത്ര നിയമങ്ങളാണ്. പേരൻ്റ് ആക്റ്റിൽ നിന്ന് വിട്ടുപോയെന്നേ ഉള്ളൂ കേട്ടോ. നമ്മുടെ എക്സാമിൻ്റെ ടോപ്പിക്കുകളിൽ ഈ രണ്ട് ആക്റ്റുകളും ഉണ്ട്. അതിനുള്ള ക്ലാസ്സുകൾ വഴിയെ വരുന്നതായിരിക്കും. അങ്ങനെ ഈ രണ്ട് ഭാഗങ്ങളും പോയതിന് ശേഷം നൗ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് കൺസിസ്റ്റ് ഓഫ് 238 സെക്ഷൻസ്. നിലവിൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിനുള്ളിൽ 238 സെക്ഷനുകളാണ് ഉള്ളത്. അങ്ങനെ 238 സെക്ഷനുകളായ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിനെ നമുക്ക് രണ്ടായി തിരിക്കാം. അറ്റ് പ്രസന്റ് ദ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് മേ ബി ഡിവൈഡഡ് ഇൻറ്റു 2 parts. Part 1 എന്ന് പറയുമ്പോൾ ഡീൽസ് വിത്ത് ദ ജനറൽ പ്രിൻസിപ്പിൾ ഓഫ് ലോ ഓഫ് കോൺട്രാക്ട്, അതായത് സെക്ഷൻ 1 മുതൽ 75 വരെ വരുന്ന ഭാഗം. അതിനുള്ളിൽ എന്താണെന്ന് കൂടി ഒന്ന് നോക്കിയാലോ. ഇറ്റ് ഡിസ്ക്രൈബ്സ് വാട്ട് ഇസ് എൻ ഓഫർ, അക്സെപ്റ്റൻസ്, എസെൻഷ്യൽസ് ഓഫ് കോൺട്രാക്ട്, വാലിഡ് കൺസിഡറേഷൻ, വോയിഡബിൾ എഗ്രിമെന്റ്, കോസി കോൺട്രാക്ട്, ഡാമേജസ് അണ്ടർ ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. ഇനി ഇതിന്റെ പാർട്ട് 2-ലാണെങ്കിലോ പാർട്ട് 2 ഡീൽ ചെയ്യുന്നത് ഇറ്റ് ഡീൽസ് വിത്ത് സ്പെഷ്യൽ കൈൻഡ്സ് ഓഫ് കോൺട്രാക്ട് such as contract of indemnity and guarantee, contract of bailment and pledge, contract of agency. ഇനി ഞാൻ ആദ്യം പറഞ്ഞ ചില കാര്യങ്ങളില്ലേ, അതൊരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. നമുക്ക് അതിലൂടെ ഒന്ന് കടന്നു പോകാം. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 falls under the ambit of mercantile laws or business laws. കച്ചവട സംബന്ധമായ നിയമങ്ങളുടെ പരിധിക്കുള്ളിലാണ് നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872-ൻ്റെയും സ്ഥാനം. ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 1 September 1872. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് നിലവിൽ വന്നത് 1 September 1872-ലാണ്. ഇക്കാര്യം മറന്നു പോകരുത്. ഞാൻ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ പറ്റണം നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് നിലവിൽ വന്നത് 1872 September 1-നാണെന്ന്. ഇറ്റ്സ് എ പ്രൈവറ്റ് ലോ. ദ ആക്ട് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഇംഗ്ലീഷ് കോമൺ ലോ. ഇംഗ്ലീഷ് കോമൺ ലോയിലെ തത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് നിർമ്മിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. അതിവിടെയുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് ഞാൻ പറഞ്ഞു നിലവിൽ വന്നത് 1872-ലാണ്. ഇത് നിലവിൽ വരുന്ന സമയത്ത് ജമ്മു ആൻഡ് കാശ്മീർ ഒഴികെയുള്ള സംസ്ഥാനങ്ങൾക്കായിരുന്നു ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് ബാധകമായിരുന്നത്. എന്നാൽ പിന്നീട് ആർട്ടിക്കിൾ 370 റിവോക്ക് ചെയ്തു പോയതിനു ശേഷം നൗ ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 പ്രിസ്ക്രൈബ്സ് ദ ലോ റിലേറ്റിംഗ് ടു കോൺട്രാക്ട്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കോൺട്രാക്റ്റുകളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്നു. മാത്രമല്ല ഈ നിയമങ്ങളെ, അതായത് ഈസ് ദ കീ ആക്ട് റെഗുലേറ്റിംഗ് ഇന്ത്യൻ കോൺട്രാക്ട് ലോ. ഇന്ത്യൻ കോൺട്രാക്ട് ലോകളെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു കീ ആക്ട് കൂടിയാണ് നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. ഇറ്റ് ഡിറ്റർമൈൻസ് ദ സർക്കംസ്റ്റാൻസസ് ഇൻ വിച്ച് പ്രോമിസസ് മെയ്ഡ് ബൈ ദ പാർട്ടീസ് ടു എ കോൺട്രാക്ട് ഷാൽ ബി ലീഗലി ബൈൻഡിങ്. ഒരു കോൺട്രാക്റ്റിനുള്ളിൽ നമുക്കറിയാം പാർട്ടീസ് ഉണ്ടല്ലേ. അപ്പോൾ ഈ പാർട്ടീസ് പരസ്പരം നൽകുന്ന പ്രോമിസുകൾ, വാഗ്ദാനങ്ങൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ലീഗലി ബൈൻഡിങ് ആകുന്നത് എന്നതിനെക്കുറിച്ചും ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് വളരെ വിശദമായി പറയുന്നുണ്ട്. ഇത്രയും നമ്മുടെ ഇൻട്രൊഡക്ഷൻ ഭാഗങ്ങളായിരുന്നു. ഇനി നമുക്ക് അടുത്തതായിട്ട് കോൺട്രാക്ട് എന്താണെന്ന് നോക്കാം. കോൺട്രാക്റ്റിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. കോൺട്രാക്ട് എന്താണെന്നും എസെൻഷ്യൽസ് ഓഫ് എ കോൺട്രാക്ട് എന്താണെന്നും ടൈപ്സ് ഓഫ് കോൺട്രാക്ട് ഇതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ നമ്മൾ വഴിയെ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 ഡിഫൈൻസ് ദ ടേം കോൺട്രാക്ട് അണ്ടർ ഇറ്റ്സ് സെക്ഷൻ 2 ക്ലോസ് H ആസ് an agreement enforceable by law. അതായത് നിയമപരമായി എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കുന്ന ഉടമ്പടികളെയാണ് നമ്മൾ കോൺട്രാക്റ്റ് അഥവാ കരാർ എന്ന് പറയുന്നത്. ഒന്നുകൂടി വിശദമായി പറഞ്ഞാൽ കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ചില എസെൻഷ്യൽ ആയിട്ടുള്ള ഘടകങ്ങളുണ്ട്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ 5 എണ്ണം. The 5 requirements of creating a valid contract are an offer, acceptance, consideration, legal intent,
കോമ്പിറ്റൻസി. ഇതിൽ ഓഫറും അക്സെപ്റ്റൻസും ചേരുമ്പോൾ അതെന്താകും? ഒരു എഗ്രിമെൻ്റ് ആയി മാറും. എഗ്രിമെൻറ്റിൻ്റെ ഡെഫിനിഷനും ബാക്കി ഡീറ്റെയിൽസും നമ്മൾ കോൺട്രാക്റ്റ് എടുക്കുന്ന കൂട്ടത്തിൽ തന്നെ പറയുന്നതായിരിക്കും. അപ്പോൾ കോൺട്രാക്റ്റിലെ ഓഫറും അക്സെപ്റ്റൻസും ചേർന്ന് അതൊരു എഗ്രിമെൻ്റ് ആയി മാറുമ്പോൾ ആ എഗ്രിമെൻ്റ് ലീഗലി എൻഫോഴ്സിബിൾ ആണെന്നുണ്ടെങ്കിൽ അതെന്താവുന്നു? ഒരു കോൺട്രാക്റ്റ് ആയിട്ട് മാറുന്നു. അപ്പോൾ നമുക്ക് പറയാം, ഒരു കോൺട്രാക്റ്റിൻ്റെ തുടക്കം, ദ ബിഗിനിങ് ഓഫ് എ കോൺട്രാക്റ്റ് ഈസ് ആൻ ഓഫർ. ഒരു ഓഫറിൽ നിന്നുമാണ് കോൺട്രാക്റ്റിൻ്റെ തുടക്കം. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് നമ്മുടെ ടേം, ഓഫറിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിൽ ഓഫറിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എവിടെയാ, എങ്ങനെയാ ഒന്ന് നോക്കിയാലോ. സെക്ഷൻ 2A ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 ഡിഫൈൻസ് ഓഫർ ആസ് ഫോളോസ്. When one person signifies to another his willingness to do or abstains from doing anything with a view to obtaining the assent of that other to such act or subsistence, he is said to make a പ്രപ്പോസൽ. ഈ ഒരു ഡെഫിനിഷൻ കണ്ടിട്ട് ടെൻഷനൊന്നും വേണ്ട. നമുക്കിത് മനസ്സിലാക്കാനായിട്ട് ആദ്യം ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് മനസ്സിൽ വെക്കുക. അതായത് നമ്മുടെ ഈ ഓഫറിൽ 2 വ്യക്തികളുണ്ടാവും. ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ പ്രപ്പോസൽ നടത്തുന്നയാളും മറ്റേയാൾ ഇതിൻ്റെ കേൾവിക്കാരനും. ദർ മസ്റ്റ് ബി 2 parties. A person to make proposal is required and the other person to whom the proposal is made. ഇനി ഇവർക്ക് 2 പേരുകൾ വേണ്ടേ? ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിൽ ഇവർക്ക് 2 പേരുകൾ കൂടി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കിയാലോ. ദ പേഴ്സൺ മേക്കിംഗ് ദ ഓഫർ ഓർ പ്രപ്പോസൽ ഈസ് നോൺ ആസ് ദ പ്രപ്പോസർ ഓർ ദ ഓഫറർ, ആൻഡ് ദ പേഴ്സൺ ഹൂ മേ അക്സെപ്റ്റ് സച്ച് ആൻ ഓഫർ ഓർ ദ പേഴ്സൺ ടു ഹൂം ദ പ്രപ്പോസൽ ഈസ് മെയ്ഡ് ഈസ് കോൾഡ് എ പ്രപ്പോസി ഓർ അക്സെപ്റ്റർ. ഇനി നമുക്ക് നമ്മുടെ ഡെഫിനിഷനിലേക്ക് തിരിച്ചു പോവാം. അപ്പോൾ ഈ ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഈ ഓഫററുടെയും ഓഫറിയുടെയും ഇടയിൽ നടക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ ഫസ്റ്റ് ഹാഫ് ഒന്ന് എടുത്ത് നോക്കാം. വെൻ വൺ പേഴ്സൺ സിഗ്നിഫൈസ് ടു അനദർ ഹിസ് വില്ലിങ്നെസ് ടു ഡു ഓർ ടു അബ്സ്റ്റെയിൻസ് ഫ്രം ഡൂയിങ് എനിത്തിങ്. അതായത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് പറയുന്നു, ഞാനൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതിന് തയ്യാറാണ്, അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യുന്നതിൽ നിന്നും വിട്ടു നിൽക്കുന്നതിന് തയ്യാറാണ്. എന്തിനാ ഇങ്ങനെ ഞാൻ പറയുന്നത്? അതിൻ്റെ ഉദ്ദേശമാണ് രണ്ടാമത്തെ ഭാഗത്തുള്ളത്. ദാറ്റ് ഈസ് with a view to obtaining the assent of that other to such act or subsistence, he is said to make a പ്രപ്പോസൽ. അതായത് ഏതോ പ്രവൃത്തിയാണോ ഞാൻ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ചെയ്യുന്നതിൽ നിന്നും വിട്ടു നിൽക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞത്, ആ പ്രവൃത്തിയിൽ അല്ലെങ്കിൽ ആ വിട്ടു നിൽക്കലിൽ മറ്റേ വ്യക്തി, അതായത് നമ്മുടെ ഓഫറിയുടെ സമ്മതം നേടിയെടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ ഓഫറർ ഈ ഒരു പ്രപ്പോസൽ നടത്തുന്നത്. അപ്പോൾ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പറയുന്നു, ഈ കാര്യങ്ങൾ ഫുൾഫില്ല് ചെയ്താൽ നമ്മുടെ ഓഫറർ ഒരു പ്രപ്പോസൽ നടത്തി എന്ന് പറയുന്നു. അപ്പോൾ ഇതിനൊരു ഉദാഹരണം നോക്കിയാലോ. അതായത് നമ്മുടെ ഉദാഹരണം എന്ന് പറയുമ്പോൾ, അച്ചു സേസ് ടു അമ്മു, വിൽ യു പർച്ചേസ് മൈ കാർ ഫോർ ₹1 lakh? ഇൻ ദിസ് കേസ് അച്ചു ഈസ് മേക്കിംഗ് ആൻ ഓഫർ ടു അമ്മു. ദിസ് ഇസ് എ വാലിഡ് ഓഫർ. ഇതെങ്ങനെയാണ് വാലിഡ് ഓഫർ ആയത്? അത് നമുക്കൊന്ന് നോക്കാം. ഞാൻ ആദ്യം നമ്മുടെ ഡെഫിനിഷൻ പറഞ്ഞില്ലേ, ആ ഡെഫിനിഷന് 2 ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതായത് അതിൻ്റെ ആദ്യത്തെ ഭാഗത്ത് ദ ഓഫർ ഡിഫൈൻഡ് ഇൻ സെക്ഷൻ 2 clause A has 2 purpose. In the first place, an expression of the offerer's willingness to do or abstains from doing something. And secondly, it is made with a view to obtaining the assent of the offeree to the proposed act or subsistence. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ എക്സാമ്പിളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അച്ചുവിൻ്റെ കൈവശം ഒരു കാറുണ്ട്. അച്ചു അത് അമ്മുവിനോട് പറയുകയാണ്, എൻ്റെ കൈവശം ഒരു കാറുണ്ട്, അത് ഞാൻ 1 ലക്ഷം രൂപയ്ക്ക് നിനക്ക് വിൽക്കാം, നീ വാങ്ങാൻ തയ്യാറാണോ എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഈ വാക്കുകളിൽ എന്തുണ്ട്? അച്ചുവിൻ്റെ വില്ലിങ്നെസ് ഉണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ വില്ലിങ്നെസ് ടു ഡു ആൻ ആക്ട്. ഇനി രണ്ടാമത്തെ ഭാഗത്ത് എന്താണ് വരുന്നത്?
ഇവിടെ വെൻ അമ്മു അക്സെപ്റ്റ് ഹിസ് പ്രപ്പോസൽ ദ പ്രപ്പോസൽ ഈസ് സെറ്റ് ടു ബി അക്സെപ്റ്റഡ്. അമ്മു ഈ ഒരു പ്രപ്പോസൽ സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കപ്പെട്ടതായി പറയുന്നു. ഒരു പ്രപ്പോസൽ സ്വീകരിച്ചാൽ, അക്സെപ്റ്റ് ചെയ്താൽ അതെന്താകും? പ്രോമിസ് ആവും, ഒരു വാഗ്ദാനമാകും. അപ്പം ഇത് തന്നെയല്ലേ നമ്മുടെ അച്ചുവിൻ്റെ ഉദ്ദേശവും. ഞാൻ എൻ്റെ വില്ലിങ്നെസ് അറിയിക്കുമ്പോൾ അമ്മു അത് അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും അവിടെ ഫുൾഫില്ലായി അല്ലേ? അപ്പോൾ എന്താണ്, ഇതൊരു വാലിഡ് ഓഫർ തന്നെയല്ലേ? ഇനി ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഉടനീളം പലയിടത്തും പ്രപ്പോസൽ എന്ന് പറഞ്ഞു, ഓഫർ എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ നമ്മുടെ പ്രപ്പോസിയെ ഓഫറർ എന്ന് പറഞ്ഞു, നമ്മുടെ പ്രപ്പോസിയെ ഓഫറി എന്ന് പറഞ്ഞു, പ്രോമിസി എന്ന് പറഞ്ഞു. എന്താ ഞാനിങ്ങനെ മാറ്റി മാറ്റി പറയാനുള്ള കാര്യം? അതിന് പ്രത്യേകിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഇന്ത്യൻ ലോയിൽ പ്രപ്പോസൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ലോയിൽ പറഞ്ഞിരിക്കുന്ന ടേമാണ് ഓഫർ എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ലോയിലെ പ്രോമിസർ അല്ലെങ്കിൽ പ്രപ്പോസറിനെയാണ് ഇംഗ്ലീഷ് ലോയിലെ ഓഫറർ എന്നുദ്ദേശിക്കുന്നത്. അതുപോലെ പ്രോമിസി അല്ലെങ്കിൽ പ്രപ്പോസിയെയാണ് ഇംഗ്ലീഷ് ലോയിലെ ഓഫറി എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് മൈൻഡിൽ വെച്ചേക്കുക. പരീക്ഷയുടെ പേപ്പറിൽ കാണുമ്പോൾ അനുവേ ഇത് ഓഫറർ എന്നല്ലേ കാണേണ്ടത്, അതിൽ പ്രപ്പോസൽ എന്നാണോ വന്നിരിക്കുന്നത്, അങ്ങനെയുള്ള ടെൻഷൻ ഒന്നും പറയരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഈ കാര്യം ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഓഫറിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടായി എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി നമുക്ക് എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് ഓഫറിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഓഫറിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു തന്നപ്പോൾ പറഞ്ഞിരുന്നു, രണ്ട് വ്യക്തികളുണ്ടാവും. ദെയർ മസ്റ്റ് ബി ടു പാർട്ടീസ്, ദാറ്റ് ഈസ് a person to make the proposal is required and the other person to accept it is also required to make a valid offer. There is no hard and fast rule for the type of persons. Legal and artificial persons are also included ഇൻ പേഴ്സൺസ്. ഈ ഒരു ഓഫർ എന്ന് പറയുന്ന ടേമിനകത്ത് ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളൊന്നുമില്ല. പേഴ്സൺ എന്ന് പറയുന്ന ടേമിനുള്ളിൽ ലീഗലും ആർട്ടിഫിഷ്യൽ പേഴ്സൺസും ഒക്കെ ഉൾപ്പെടും. അടുത്ത കാര്യം ഞാൻ എന്താ പറഞ്ഞത്? ദ ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ offering. The offerer must communicate offer to the offeree. Offerer എന്ത് ചെയ്യണം? തൻ്റെ ഈ ഒരു വില്ലിങ്നെസ് നമ്മുടെ ഓഫറിയോട് അറിയിക്കണം. അല്ലാണ്ട് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നത് കൊണ്ട് പറ്റുമോ? ഇല്ല. കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി ഐദർ ഇൻ ഓറൽ ഓർ ഇൻ റിട്ടൺ ഫോം. ഈ കമ്മ്യൂണിക്കേഷൻ, എൻ്റെ ഈ ഒരു വില്ലിങ്നെസ് എനിക്ക് എങ്ങനെ അറിയിക്കാം? വാക്കുകളിലൂടെ അറിയിക്കാം, അല്ലെങ്കിൽ റിട്ടൺ, അതായത് നമ്മളിപ്പോൾ നേരിട്ട് പറയുക, അല്ലെങ്കിൽ ഇപ്പം നമുക്കൊരു ലെറ്റർ വഴിയും നമുക്ക് ഈ ഒരു ഓഫറിനെ കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അടുത്ത പോയിന്റ് എന്ന് പറയുമ്പോൾ ദ ഓഫർ ക്യാൻ ഡയറക്ട്ലി കമ്മ്യൂണിക്കേറ്റ് ടു ദ പേഴ്സൺ സ്പെസിഫിക് ടു ഹൂം ഇറ്റ് ഈസ് ഓഫേർഡ് ഓർ ഇറ്റ് ക്യാൻ ബി ഇൻ ജനറൽ ഇൻ നേച്ചർ. അത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഓഫർ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പെസിഫിക് പേഴ്സണോട്, നേരത്തെ നമ്മുടെ അച്ചുവിൻ്റെയും അമ്മുവിൻ്റെയും എക്സാമ്പിൾ തന്നെ എടുക്കാം. അച്ചു സ്പെസിഫിക് ആയിട്ട് അമ്മുവിനോട് തൻ്റെ ഓഫർ അറിയിക്കുന്നു. അങ്ങനെയും നമുക്ക് ചെയ്യാം. രണ്ടാമത്തെ കാറ്റഗറി എന്താണ്? അച്ചു അമ്മുവിനോട് പറയുന്നതിന് പകരം ജനറലായിട്ട് പബ്ലിക്കിനോട് ഇത് പറയുന്നു. അതായത് ഒരു പത്രത്തിൽ പരസ്യം കൊടുക്കുന്നു. അപ്പോൾ അതെന്താണ്? ഇറ്റ്സ് ജനറൽ ഇൻ നേച്ചർ. ഇപ്പോൾ ക്ലിയർ ആയില്ലേ? ആ എക്സാമ്പിൾ തന്നെയാണ് ഇവിടെ കാണുന്നത്. എ വോണ്ട് ടു സെൽ ഹിസ് കാർ ആൻഡ് ഹി ഹാസ് പബ്ലിഷ്ഡ് ആൻ അഡ്വർടൈസ്മെൻറ്റ് ഇൻ ന്യൂസ് പേപ്പർ വിച്ച് ഈസ് ദ ഫോം to communicate the offer to general public, hence it is a valid offer. ഇനി അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് the offer must show the willingness of the offerer. നമ്മൾ പറയുന്ന ഓഫറിനുള്ളിൽ ഈ ഓഫററുടെ വില്ലിങ്നെസ് കൃത്യമായി തന്നെ ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ മിയർ ടെല്ലിങ് ദ പ്ലാൻ ഈസ് നോട്ട് ആൻ ഓഫർ. ഇപ്പോൾ അച്ചു അമ്മുവിനോട് പറയുകയാണ്, എനിക്കൊരു കാറുണ്ട്, ഞാനത് വിൽക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്, ഇങ്ങനെ പറഞ്ഞാൽ അത് ഓഫർ ആവുമോ? ഇല്ല. നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ കൃത്യമായി തന്നെ പറഞ്ഞാലേ അതൊരു ഓഫറായി മാറുകയുള്ളൂ. ദ ഓഫറർ വിൽ ഹാവ് ടു എക്സ്പ്രസ് ഹിസ് വില്ലിങ്നെസ് ടു ഡു ഓർ അബ്സ്റ്റെയിൻസ് ഫ്രം ഡൂയിങ് ആൻ ആക്ട്. Only willingness is not enough, or simply a desire to do or not to do something will not constitute an offer. The offer must be made with a view to obtaining the assent of the offeree. ഓഫർ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഓഫറിയുടെ സമ്മതം നേടിയെടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ആയിരിക്കണം നമ്മൾ ആ ഓഫർ പറയേണ്ടത്.
ഇറ്റ് മസ്റ്റ് ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ദ ഓഫർ മസ്റ്റ് ലീഡ് ടു എ കോൺട്രാക്ട് ദാറ്റ് ക്രിയേറ്റ് ലീഗൽ റിലേഷൻ ആൻഡ് ലീഗൽ കോൺസിക്വൻസ് ഇൻ കേസ് ഓഫ് നോൺ പെർഫോമൻസ്. നമ്മൾ പറഞ്ഞ ഒരു കോൺട്രാക്റ്റിൻ്റെ തുടക്കം ഓഫറിൽ നിന്നാണെന്ന്. അപ്പോൾ ഈ ഓഫർ മുഖാന്തരം ഉണ്ടാകുന്ന കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ അതെങ്ങനെയുള്ളതായിരിക്കണം? അത് ഒരു ലീഗൽ റിലേഷൻ ക്രിയേറ്റ് ചെയ്യാൻ തക്കവണ്ണമാവണം. ഇൻ കേസ് അതിലെന്തെങ്കിലും ഒരു നോൺ പെർഫോമൻസ് സംഭവിച്ചാൽ അതിനൊരു ലീഗൽ കോൺസിക്വൻസസ് ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഉള്ള തരത്തിലും ആയിരിക്കണം നമ്മൾ കൊടുക്കുന്ന ഈ ഓഫർ എന്ന് പറയുന്നത്. സിംപിളി പറഞ്ഞാൽ a social contract which does not create legal relation will not be a valid offer. സോഷ്യൽ എഗ്രിമെൻറ്റുകളൊന്നും ഒരു കോൺട്രാക്റ്റിൻ്റെ പരിധിക്കുള്ളിൽ വരില്ല. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, വേണു, ഫാദർ ഓഫ് മനു, സേസ് ടു മനു, if he passed the exam, he will get a new video game. Manu passed the exam, asked his father to give him video game as he had promised to Manu. Here, Venu is not legally bound as the offer does not create any legal obligation against Manu. അതായത് വേണു, നമ്മുടെ മനുവിൻ്റെ അച്ഛൻ, മനുവിനോട് പോയി പറയുവാണ്, മനു, നീ പരീക്ഷയ്ക്ക് നല്ല മാർക്കോടുകൂടി പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിനക്കൊരു പുതിയ വീഡിയോ ഗെയിം വാങ്ങിത്തരാം. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി മനു നന്നായിട്ട് കഷ്ടപ്പെട്ടങ്ങ് പഠിക്കാൻ തുടങ്ങി. പഠിച്ച് ജയിച്ച് അച്ഛനോട് വന്ന് മനു ചോദിക്കുവാണ്, അച്ഛാ, അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ പരീക്ഷയ്ക്ക് പഠിച്ചു, ജയിച്ചു, നല്ല മാർക്കോട് കൂടിയൊക്കെ പാസ്സായി. ഇനി അച്ഛൻ ഓഫർ ചെയ്തതുപോലെ എനിക്ക് ആ വീഡിയോ ഗെയിം വാങ്ങിത്താം. ഇതൊരു വാലിഡ് ഓഫറാണോ? ഇപ്പോൾ വേണു, അതായത് മനുവിൻ്റെ അച്ഛനത് വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ മനുവിന് കേസ് പറഞ്ഞ് വാങ്ങിക്കാൻ പറ്റുമോ, നടത്തിയെടുക്കാൻ പറ്റുമോ? ഇത് ഇല്ല. അതിൻ്റെ കാര്യം എന്താ? ബിക്കോസ് ഇറ്റ് ഈസ് ഓൺലി എ സോഷ്യൽ എഗ്രിമെൻറ്റ്. സോഷ്യൽ എഗ്രിമെൻറ്റുകൾ ഒരിക്കലും ലീഗൽ ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല.